നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ഒരു ദിവസം ചില ആളുകളുടെയൊക്കെ പുറത്തേക്കുള്ള റീഎൻട്രി ആയിരുന്നു. റീഎൻട്രി ശക്തമാക്കണമല്ലോ എന്ന് കരുതിയിട്ടാവാം നെറ്റിക്കൊരു ചുവന്ന കുറിയൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് വലിയ ഘോരം ധാർമ്മികതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോൾ സത്യത്തിൽ അയാളോട് നമുക്ക് തോന്നിയത് പുച്ഛം മാത്രമാണ്. ആ ആളുടെ പേര് അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. വേറൊന്നുമല്ല, നമ്മുടെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ എന്ന് പറയുന്ന സ്ത്രീ ഒരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അവിഹിതം ഭാര്യ കണ്ടു, അതിൻ്റെ ഫോൺ പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്നത്. അല്ലാതെ കെ.ബി. ഗണേഷ് കുമാർ അവരെ അതിക്രൂരമായി ഉപദ്രവിച്ചെന്നോ പിടിച്ച് ഹോസ്പിറ്റലാവുന്ന തരത്തിലുള്ള ഉപദ്രവമായിരുന്നു അതോ എന്നങ്ങനെയുള്ള പരാതികളൊന്നും തന്നെ ആ ഭാര്യ ഉയർത്തിയിട്ടില്ല. പകരം ഇങ്ങനെ ഒരു സംഭവം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു, അപ്പോൾ ഫോൺ പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചു. ഇതിനപ്പുറം ആ പരാതികളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൊണവധികാരം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു നിന്നുകൊണ്ട് അങ്ങ് പറഞ്ഞോളുകയാണെന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു സർക്കാർ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു അതിജീവതയെ കൊണ്ട് പരസ്യം ചെയ്യിച്ചു. വേട്ടക്കാരനെ കൊണ്ടല്ലല്ലോ, അതിജീവതയെ കൊണ്ടല്ലേ പരസ്യം ചെയ്യിച്ചത്. ഈ ഇവൻ കരുതി വെച്ചിരിക്കുന്നത് എന്താ, അതിജീവിതമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കുത്തി കൂനി കൂടിയിരിക്കണം ഇരുട്ടത്ത്. അതാണോ രാഹുലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിജീവിതമാർ ചെയ്യേണ്ടത്? ഇതൊക്കെ പറയാൻ ഈ പറയുന്ന കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ അവിഹിതം നടത്തി, സംഭവം സത്യമാണ്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൂട്ടി ഒരു വശത്ത് മാറ്റിയിട്ടിട്ടില്ല ഗണേഷ് കുമാർ. അല്ലെങ്കിൽ ഗണേഷ് കുമാറിനോടൊപ്പം കഴിഞ്ഞ ആ സ്ത്രീക്ക് എന്താ പറയുക, പിൽസ് വാങ്ങി നൽകിയിട്ടില്ല, ഗുളിക വാങ്ങി കൊടുത്തിട്ടില്ല ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂരിലുള്ള ഒരു ആശുപത്രിയിലേക്കും ഗണേഷ് കുമാർ ഒരു യുവതിയെ കൊണ്ടുപോയിട്ടില്ല ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട്. അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറയുന്നു അദ്ദേഹത്തിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു, ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോകളിലുണ്ട്, ഫോൺ പിടിച്ചു മേടിക്കാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. ഇതല്ലേ പരാതിയുള്ളത്. ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്യാനും മാത്രം എന്ത് ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്? ഭാര്യ ക്രൂരമായി ഉപദ്രവിച്ച് അവർ ആശുപത്രി വല്ലതും അഡ്മിറ്റ് ആയിരുന്നു? അല്ല. അതേ ഇപ്പം നോക്കൂ, അവരുടെ പ്രശ്നമെല്ലാം കഴിഞ്ഞു. ഗണേഷ് കുമാർ ഭാര്യയോട് മാപ്പ് പറഞ്ഞു, പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു. അറസ്റ്റ് ചെയ്യണം, രാജിവെക്കണം. ഈ പറയുന്ന ആൾ ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസം ജയിലിൽ കിടന്ന ഒരുത്തൻ. എന്ത് കേസിന്? സ്വാതന്ത്ര്യ സമരത്തിൽ പോയി അവിടെ പോയി ബ്രിട്ടീഷുകാരെ നേരിട്ട് ഇവിടെ വന്നതിനല്ല പിടിച്ച് ജയിലിനകത്തിട്ടത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ഷൂ നക്കി കൊടുത്തതിനല്ല അദ്ദേഹത്തെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി നിർത്തിയിരിക്കുന്നത്. പെണ്ണുപിടി നടത്തിയാനാണെന്നേ. മാധ്യമപ്രവർത്തകരെന്നില്ല, സ്വന്തം സഹപ്രവർത്തകരെന്നില്ല, പെൺകുട്ടികളെന്നില്ലാത്ത രീതിയിൽ ഈ നാട് മുഴുവൻ നടന്ന് വേട്ട നടത്തിയാനാണ് അവനെ പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളിനെ പിടിച്ച് ജയിലിലിട്ടത്. എന്നിട്ട് നാണമില്ലാതെ പാലക്കാടുള്ള സകലമാന കോൺഗ്രസ്സുകാരും ഈ രാഹുൽ മാങ്കൂട്ടത്തെ തോളത്ത് എടുത്ത് ചുമ്മിക്കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് വന്നിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് വലിയ വീരവാദം അടിക്കുന്നത്. നാണമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക്? സത്യത്തിൽ എന്തെങ്കിലും ഒരു ഉളുപ്പിൻ്റെ ഒരു കണികയെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഉളുപ്പുണ്ടാവാൻ സാധ്യതയില്ല, കാര്യം ജന്മനാ കോൺഗ്രസ്സുകാരനല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒന്നാലോചിച്ച്, ഉപാധികളോടെ ജാമ്യത്തിലിരിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ ആ പീഡിപ്പിക്കപ്പെട്ട അല്ലെ അതിജീവിതമാരിൽ ഒരാളെ വാട്സാപ്പിൽ വിളിക്കാൻ ശ്രമിക്കുക കൂടി ചെയ്തു. എന്ത് കാര്യത്തിന്? അങ്ങനെ ജാമ്യവ്യവസ്ഥ ലംഘിക്കുക കൂടി ചെയ്ത് നിൽക്കുന്ന, അതായത് കോടതിയുടെയും ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെയും മുന്നിൽ അങ്ങേയറ്റത്തെ കുറ്റക്കാരനായി നിൽക്കുന്ന ഒരാളാണ് വന്ന് ഇന്നുകൊണ്ട് ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം ചോദിക്കുന്നത് വെറും ഒരു കുടുംബ കേസായതുകൊണ്ട് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെ.ബി. ഗണേഷ് കുമാറിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആ വകുപ്പിൽ അദ്ദേഹം തിരിമറി നടത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വകുപ്പിൽ എന്താ പറയുക സ്വജനപക്ഷപാതിത്വം കാണിച്ചിട്ടുണ്ടെന്നോ അതിൽ നിന്ന് ഫണ്ട് വെട്ടിച്ചിട്ടുണ്ടെന്നോ തുടങ്ങിയ ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസോ ഒന്നും തന്നെ ഇപ്പോഴും കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ വകുപ്പിൽ ഉണ്ടായിട്ടില്ല. അല്ലെ മന്ത്രിക്കെതിരായിട്ട് ഉണ്ടായ കേസുകളില്ല. എന്തിനേറെ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ച പോലെ ഒരു സ്ത്രീ പീഡന ആരോപണം രാഹുൽ ഗണേഷ് കുമാറിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല. ഇതേപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാറിന്റെ പേരിൽ കുടുംബക്കാർ മാത്രം ഉയർത്തിയ പരാതികൾ മാത്രമേ നിലവിലുള്ളൂ. എന്നാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ മാന്യന് എതിരായിട്ട് സ്ത്രീകൾ പരാതി കൊടുത്തിരിക്കുന്ന എന്ത് പരാതിയാണെന്ന് കേരളത്തിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം.
10ലധികം കേസുകളുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പോലും ഒരു അതിജീവിത പരാതി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പൊ എത്രത്തോളം ക്രൂക്കഡായിട്ട്, എത്രത്തോളം ക്രൂരമായിട്ടാണ് ഓരോ പെൺകുട്ടികളോടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ പകൽമാന്യനായ വ്യക്തി പെരുമാറിയിട്ടുള്ളതെന്ന് സകലമാന ആൾക്കാർക്ക് മനസ്സിലാവും. എന്നിട്ടും അന്നും ഉളുപ്പില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വലിയ വായിൽ ഘോരം ഘോരം പ്രസംഗിക്കാൻ നാണമുണ്ടോ? എന്നിട്ട് പറയാണ് ഞാൻ ഓരോ ദിവസവും വന്നിട്ട് പറയാം എന്ന് വെച്ചാൽ എന്താ, ഈ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും പൊതുധാരയിലേക്ക് ഇറങ്ങണം. മാധ്യമങ്ങൾ അവന്റെ പിന്നാലെ ഓടിച്ചെല്ലണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും വീണ്ടും വിവരം കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാമെന്ന്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളോട് എന്ത് വിലയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? ഇവനെ പോലെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വിടന്മാരുടെ പിന്നാലെ മൈക്കും തൂക്കി നടക്കുന്നവരാണ് ഇവിടുത്തെ ചാനലുകാരെന്നുള്ള ഒരു പറച്ചിലല്ലേ അതിൽ ഭംഗ്യന്തരേണ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചു കടന്നു പോകുന്നത്? ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇതൊക്കെ എവിടുത്തെ രീതിയാണ്? എന്നിട്ടൊക്കെ ഈ രീതിയിൽ എന്തിനാണ് ഗണേഷ് കുമാർ ഇങ്ങനെ വന്നപ്പോൾ ഇപ്പൊ ഇവന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിചാരം ഗണേഷ് കുമാറിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നു, ഇതോടുകൂടി തനിക്കെതിരായി കിടക്കുന്ന പരാതികളെല്ലാം അങ്ങ് അസ്തമിക്കും. കാര്യം ഗണേഷ് കുമാർ സ്ത്രീ പീഡകനായി മാറുകയല്ലേ. എന്നാൽ ഇവ മനസ്സിലാക്കാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. മറ്റൊരു സ്ത്രീയെ പോയിട്ട് അവരോട് സംസാരിച്ച് അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെട്ടിട്ട് ആ കുടുംബജീവിതം വീണ്ടും താറുമാറാക്കി അതിൻ്റെ പ്രശ്നവുമായി ഈ പെണ്ണിനെ നിരന്തരമായി കാണുകയും പിന്നെ ഫ്ലാറ്റിലും അവിടെയും ഇവിടെയും എല്ലാം പോവുകയും ഹോട്ടലിലും ഹോം സ്റ്റേയിലും എല്ലാം പോയിട്ട് ഇങ്ങനെ നിരന്തര പീഡനം നടത്തി ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീകളെല്ലാം പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ അവർക്ക് ഗർഭഛിദ്രത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും പരാതിയാണോ ഗണേഷ് കുമാറിന്റെ പേരിലുള്ളത്? അപ്പോൾ അങ്ങനെ പരാതി ഇല്ലാത്തിടത്തോളം കാലം എന്തിനാണ് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു നേതാവ് ഇങ്ങനെ നാൾക്ക് നാളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനും വേണം ഒരല്പം ഉളുപ്പും ബോധ്യവുമൊക്കെ. അതൊന്നും ഇല്ല രാഹുലെ നിങ്ങൾക്ക്. എന്നിട്ട് ഇപ്പോൾ പൊതുധാരയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം കള്ളത്തരങ്ങളാണ്, എന്തെല്ലാമാണ് പറയുന്നത്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണ് കേസ് മാത്രമല്ലെന്നേ, വേറെയും കേസ് കിടപ്പില്ലേ? വേറെയും ഇപ്പോഴും ചോദ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആദ്യമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എന്താ കാണിച്ചത്? ഇവിടെ കാണിച്ചത് അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. ഇവരൊക്കെ അധികാരത്തിൽ കയറിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. വ്യാജ ID കാർഡ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവാൻ വേണ്ടി ഉണ്ടാക്കി. ഇതുകൂടാതെ കേരളത്തിലെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം പിരിച്ചു. ആ പണം എത്രയാണെന്നോ എത്രയുണ്ടെന്നോ ഒന്നും ഒരു പിടിയില്ല. ഈ പണമൊക്കെ എന്ത് ചെയ്തു എന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ OJ ജനീഷ് വന്നിട്ട് പറയും ഞങ്ങളുടെ ആകെ 1,05,00,000 രൂപയുണ്ടെന്ന് പറയുന്നു. അവിടെയും സാധാരണക്കാരെ പറ്റിച്ചു. ഞങ്ങൾ നാൾ ഇന്ന ദിവസങ്ങളിൽ ഓരോ മാസത്തിലും 30-ാം തീയതി 28-ാം തീയതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ കല്ലിടും എന്ന് പറഞ്ഞു. എന്നിട്ട് എത്ര കല്ല് വീണു രാഹുൽ മാങ്കൂട്ടത്തിലെ ഇവിടെ? അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുകയും പൊതുജനത്തെ കബളിപ്പിച്ച് കൂടെ വിശ്വസിച്ച് തന്നോട് സൗഹൃദത്തോടു കൂടി പെരുമാറിയ പെൺകുട്ടികളെയും വഞ്ചിച്ച് അങ്ങനെ മുന്നോട്ട് പോയ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ ചുമന്ന കുറി ഇട്ടുകൊണ്ട് വന്നു എന്നുകൊണ്ട് വെറുതെ വിളിച്ചു കൂവിക്കൊള്ളുകയാണ്. നാണമില്ലാത്ത നടപടിയല്ലേ ഇത്? നിങ്ങൾ ചെയ്തു കൂട്ടിയ അത്രയും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ചെയ്തു കൂട്ടിയ അത്രയും വൃത്തികേടുകളും നെറികേടുകളും എനിക്ക് തോന്നുന്നില്ല KV ഗണേഷ് കുമാർ ഇത്രയും കൊല്ലത്തിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന്, ഈ പ്രായത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഇനിയും പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങളൊരു രാഷ്ട്രീയ ധാർമ്മികത ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെ രാഷ്ട്രീയ ധാർമ്മികത ഇല്ല എന്ന് നിങ്ങൾ പല ഘട്ടങ്ങളിലായി തെളിയിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത്തരം വിടുവായത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് താൻ വലിയ മാന്യൻ ചമയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.